ഓസ്ട്രേലിയൻ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു 2-3 ആഴ്ച മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ലോങ് വീക്കെൻഡ് ട്രിപ്പിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി ആദ്യം കാണണം, എന്നിട്ട് വേണം ഈ വീഡിയോ കാണാനായിട്ട്. അപ്പോൾ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ നമ്മൾ പോയ കുറച്ച് നല്ല അടിപൊളി സ്ഥലങ്ങളിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് സീലി ലുക്ക് ഔട്ട് പോയിന്റ്. ഒറാറ ഈസ്റ്റ് സ്റ്റേറ്റ് ഫോറസ്റ്റിലാണ് ഈ ലുക്ക് ഔട്ട് പോയിന്റ് ഉള്ളത്. നന്നായിട്ട് കടലും പിന്നെ ഈ ഫോറസ്റ്റിൻ്റെ വ്യൂ ഒക്കെ കാണാവുന്ന രീതിയിൽ ഒരു പാലമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ലുക്ക് ഔട്ട് പോയിന്റുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഉയർന്ന ഒരു സ്ഥലത്ത് എന്നിട്ട് നമ്മൾ താഴേക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ചിലപ്പോൾ കടലായിരിക്കാം, കാടുകളായിരിക്കാം, അതല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ സിറ്റി തന്നെ നമുക്ക് കാണാൻ പറ്റും, അങ്ങനത്തെയൊക്കെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെ വളരെ കോമൺ ആണ്, എവിടെ പോയാലും ഒരുപാട് ലുക്ക് ഔട്ട് പോയിന്റുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ മാതിരി കടലും കാടും ഒക്കെ തന്നെയായിരുന്നു ഇവിടുത്തെ അട്രാക്ഷൻ. ഈ ലുക്ക് ഔട്ട് പോയിന്റിൻ്റെ അടുത്ത് തന്നെയായിട്ട് ട്രീ ടോപ്സ് എന്ന് പറയുന്ന കുറച്ച് മരത്തിലെ റൈഡുകളൊക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്താലാണ് നമുക്ക് ആ റൈഡുകളിലൊക്കെ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു അവക്കാഡോ ഫാമിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ $1, $1.50 അവർ റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഇവിടെ ഷോപ്പിൽ കിട്ടുന്ന റേറ്റിനേക്കാൾ ഒരുപാട് ചീപ്പായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ബൾക്കായിട്ട് കുറച്ച് അവക്കാഡോ പുള്ളിയുടെ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ പുള്ളിക്ക് അവക്കാഡോ മാത്രമല്ല കേട്ടോ, അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് സ്ഥലത്ത് വാഴക്കൃഷിയും അതുപോലെ മാവ് അങ്ങനെയൊക്കെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ കൃഷിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ അവക്കാഡോ ഒക്കെ മേടിച്ച് പുള്ളിയായിട്ട് നല്ല കമ്പനിയായി നമ്മൾ. ലൂ എന്നാണ് ആളുടെ പേര്. അപ്പോൾ ലൂ നമുക്കൊരു ഫോട്ടോ കാണിച്ചു തന്നു. ഈ ഫ്രൂട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതെന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജബോഡിക്ക. She's my official camera woman. So what's the name? Jabodica. Jabodica. Yeah. Tree grape. അപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ പേരാണ് ജബോഡിക്ക. അപ്പോൾ ഇത് ട്രീ ഗ്രേപ്പ് ആണ്, മരത്തിലുണ്ടാവുന്ന തരം മുന്തിരിയാണ്. ഞാൻ കഴിച്ചു നോക്കട്ടെ. അടിപൊളി കഴിച്ച കുരുങ്ങയാണ്. താങ്ക് യു. നമ്മളായിട്ട് അത്യാവശ്യം നല്ല കമ്പനിയായി. അപ്പോൾ നമ്മളെ ഫാമിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ജബോഡിക്കും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നിയതേ, ഇതിൻ്റെ തൊലിക്ക് അധികം പഴുക്കാത്തൊരു പേരക്കയില്ലേ, പേരക്കയുടെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അവക്കാഡോ മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നല്ലൊരു മനുഷ്യനായിരുന്നു പുള്ളി. നമുക്കിത് ഒരു കൊപ്പക്കായ തന്നു. പിന്നെ എന്തിന്റെ പേര് പറഞ്ഞേ? ഇതിന്റെ പേര് ആ സാധനം കുറച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ തന്നു. ജംബോഡിക്ക റംബോഡിക്കയാണ്. അപ്പൊ ഞങ്ങളതൊക്കെ കൊണ്ട് തിരിച്ചു പോവാണ്. ഞങ്ങളൊരു 3-4 കഴിച്ചുട്ടാ. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ തൊലിക്ക് അധികം പഴുക്കാത്ത ഒരു പേരക്കയുടെ ടേസ്റ്റാണ്. പിന്നെ ഇതിന്റെ ഉള്ളിൽ നല്ല ഫ്ലഷിയാണ്. ഈ റംബൂട്ടാന്റെ ഉള്ളു പോലെയാണ് ഇരിക്കണേ. പക്ഷെ ചെറിയൊരു കുരുണ്ട്, പുളി കലർന്നിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. എന്തിന്റെ മനസ്സിലാണല്ലോ ഉള്ളിലത്തെ ഒരു ഫ്ലേവർ. പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. വൈനൊക്കെ ഇടാൻ പുളിയെന്ന പുള്ളി പറഞ്ഞേ. കോഫ് സാബറിൽ പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് മട്ടൺ ബേർഡ് ഐലൻഡ്. വളരെ ഈസി ആയിട്ട് അതുപോലെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന ഒരു നേച്ചർ റിസർവ് ആണ് മട്ടൺ ബേർഡ് ഐലൻഡ്. ഇവിടുത്തെ പ്രിമിറ്റീവ് ഓസ്ട്രേലിയൻസ് വളരെ സീക്രട്ട് ആയിട്ട് കാണുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇവിടെ കടലിനോട് ചേർന്ന് നമുക്ക് നടക്കാനായിട്ട് നല്ലൊരു വാക്ക് വേ ഉണ്ട്. അതുപോലെ തന്നെ ഐലൻഡിന് കുറുകെയും നമുക്ക് നടക്കാനായിട്ട് വീതി കുറഞ്ഞതാണെങ്കിലും നല്ലൊരു റോഡ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വൺസ് ഐലൻഡ് ക്രോസ് ചെയ്ത് അതിൻ്റെ എൻഡിലെത്തിക്കഴിയുമ്പം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കടൽ കാണാൻ പറ്റും. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ലഞ്ച് മട്ടൺ ബേർഡ് ഐലൻഡിൽ കഴിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്. അതുകൊണ്ട് ഞങ്ങൾ ഉച്ചയോട് കൂടിയാണ് ഇവിടെ എത്തിയത്. ഈ സമയത്തൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര വെയിലാണ്. പിന്നെ ഞങ്ങൾ പോയ ദിവസം നല്ല കാറ്റായിരുന്നു. അപ്പോൾ ആ കാറ്റുണ്ടായതുകൊണ്ട് വെയിലിൻ്റെ കാഠിന്യം വലിയ കാര്യമായിട്ട് അറിഞ്ഞില്ല എന്ന് വേണം പറയാനായിട്ട്.
അപ്പോൾ ഇത് കുത്തനെയുള്ളൊരു കയറ്റാണ് ഈ ഒരു ഐലൻഡിൻ്റെ മുകളിലേക്ക്. അപ്പോൾ നമ്മൾ ഈ വഴി മുഴുവൻ നടന്നിട്ടാണ് ഇതിൻ്റെ എൻഡിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നടന്നു വന്നതിൻ്റെ ഒരു എൻഡിങ് എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഇതാണ് ഈ ഐലൻഡിൻ്റെ ലാസ്റ്റ് സ്പോട്ട്. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് കടൽ കാണാം. അപ്പോൾ ഇതിലും ക്ലോസ് ആയിട്ട് നമ്മൾ കടലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വെയിൽ വാച്ചിങ്ങിന് ഭയങ്കര ചാൻസസ് ആണ്. നല്ല കൂളായിട്ടിരുന്ന് കടലൊക്കെ കാണാനായിട്ട് കുറേ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഓൺ റിസ്കിൽ വേണം അവിടെ ഇരുന്നതൊക്കെ കാണാനായിട്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മട്ടൺ ബേർഡ് ഐലൻഡിൽ. നമ്മളവിടെ കുറച്ച് നേരമൊക്കെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. മട്ടൺ ബേർഡ് ഐലൻഡിൽ നിന്ന് ഞങ്ങൾ പിന്നെ പോയത് ഉറുങ്ക ബ്രോഡ് വാക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ക്യാമ്പ് ചെയ്ത് ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാം. അല്ലാതെ നമുക്കിങ്ങനെ പോയി വിസിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാ സ്ഥലങ്ങളും വെള്ളവും കടലും കായലും തന്നെയാണല്ലോ എന്നല്ലേ. കോഫ് സാബർ എന്ന് പറയുന്ന ഒരു മെയിൻ സ്ഥലം കംപ്ലീറ്റ്ലി കടലുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് ഇവിടുത്തെ അട്രാക്ഷൻസും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വാക്ക് വേനെ പറ്റി പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വാക്കാണിത്. കടലിന് കുറുകെയുള്ള ഒരു അടിപൊളി പാലം. ഓരോരുത്തർക്കും ഇവിടെയുള്ള എക്സ്പീരിയൻസ് തികച്ചും വ്യത്യസ്തമായിരിക്കും കേട്ടോ. പക്ഷെ എനിക്ക് പേഴ്സണലി വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വാക്ക് വേ ആണിത്. കാരണം വളരെ പീസ്ഫുള്ളായിട്ടുള്ള വളരെ കാമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ. എസ്പെഷ്യലി നിങ്ങളൊരു ഏർലി മോർണിംഗ് വാക്കിനോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സൺസെറ്റ് കാണാനൊക്കെ ഇതിലൂടെ നടക്കുകയാണെങ്കിൽ അതൊരു ഒന്നൊന്നര ഫീലാണ്. ഉറുങ്ക ബ്രോഡ് വാക്കിന് സൈഡിൽ കൂടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് സൈഡിൽ ഹാൻഡ് റൈഡ്സ് ഉണ്ട്. നമ്മുടെ റിസ്കിൽ നമുക്ക് തന്നെ നടക്കാം, കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇതിനേലൊക്കെ മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരിക്കും. പക്ഷെ ഇത്ര വളരെ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് നമുക്ക് മറ്റുള്ള ആൾക്കാർ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് വരാനും നടന്ന് കാണാനും ഒക്കെ ഇത്രയധികം സൗകര്യത്തിലുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നത് ഇത്രയധികം ഒരു കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട്. ഇത് കാണാനായിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇതിനേലൊക്കെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയൊന്നും നമുക്ക് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നാച്ചുറൽ അട്രാക്ഷൻസ് ഒക്കെ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. വരിക, വണ്ടി പാർക്ക് ചെയ്യുക, സുഖമായിട്ട് നടന്ന് കാണാം. എത്ര സമയം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചിലവഴിക്കാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. നൈറ്റ് ആകുമ്പോൾ ഇവിടെ തിരിച്ചു പോകണം മാത്രം. കാരണം ഒരുപാട് പേരൊക്കെ ചിലവർക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യാൻ പാടില്ല. കാണാൻ നല്ല അടിപൊളി സ്ഥലങ്ങളാണ്, പക്ഷേ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡെസിഗ്നേറ്റഡ് പ്ലേസസിൽ മാത്രമേ ഇവിടെ സിഡ്നിയിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ക്യാമ്പ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ചെറിയ കടലാസിന്റെ പീസോ അതിലെ പ്ലാസ്റ്റിക്കിന്റെ കഷ്ണം ഒരു വക വേസ്റ്റും നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ വരുന്ന ആൾക്കാർ അവരെങ്ങനെയാണ് കാണുന്ന ആ ഒരു ഭംഗിയോടുകൂടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഭംഗിയോടുകൂടി നാളത്തെ തലമുറക്ക് അവരുടെ തലമുറക്കൊക്കെ കാണാനായിട്ട് അവർ ആ നാച്ചുറൽ ബ്യൂട്ടി അത്രയും പ്രിസർവ് ചെയ്ത് വയ്ക്കും. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്.
അപ്പൊ അങ്ങനെ ഈ ബ്രോഡ് ബാക്കിന് നമ്മൾ ഏറ്റവും എൻഡ് പോയിന്റിലെത്തി. അപ്പൊ ഇവിടെ ഇരുന്ന് നല്ല റിലാക്സിങ് ആയിട്ട് നമുക്ക് സൺസെറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.